PSC ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് 52/2024. വീഡിയോയിലേക്ക് കടക്കാം. ആദ്യത്തെ ചോദ്യം, താഴെ കൊടുത്തിരിക്കുന്നവയിൽ ശരിയായത് രേഖപ്പെടുത്തുക. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ശരിയായത് രേഖപ്പെടുത്തുക. ശ്രീനാരായണ ഗുരു ആത്മോപദേശ ശതകം, അത് ശരിയാണ്. ചട്ടമ്പി സ്വാമികൾ വേദാധികാര നിരൂപണം, അതും ശരിയാണ്. വൈകുണ്ഠ സ്വാമികൾ പ്രാചീന മലയാളം, അത് തെറ്റാണ്. പ്രാചീന മലയാളം ചട്ടമ്പി സ്വാമികളുടേതാണ്. വാഗ്ഭടാനന്ദൻ അഭിനവ കേരളം, അതും ശരിയാണ്. ഇതിൽ ശരിയായത് രേഖപ്പെടുത്താനാണ് പറഞ്ഞിട്ടുള്ളത്. 1, 2, 4 ശരിയായിട്ടുള്ളത്. ഉത്തരം ഓപ്ഷൻ സി. രണ്ടാമത്തെ ചോദ്യം, ഒന്നാം സ്വാതന്ത്ര്യ സമര കേന്ദ്രങ്ങളെയും നേതൃത്വം നൽകിയവരെയും ചേരുംപടി ചേർക്കുക. ഒന്നാം സ്വാതന്ത്ര്യ സമര കേന്ദ്രങ്ങളെയും നേതൃത്വം നൽകിയവരെയും ചേരുംപടി ചേർക്കുക. 1 കാൺപൂർ. കാൺപൂരിൽ നാനാ സാഹിബാണ്. ബീഹാർ കൻവർ സിംഗ്. ഡൽഹി ബഹദൂർ ഷാ രണ്ടാമൻ. ഝാൻസി റാണി ലക്ഷ്മിബായ് എന്നതാണ് ശരിയായിട്ടുള്ളത്. ഉത്തരം ഓപ്ഷൻ ബി ആണ് വരുന്നത്. മൂന്നാമത്തെ ചോദ്യം, താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകൾ ഏത് സംഭവവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകൾ ഏത് സംഭവവുമായി ബന്ധപ്പെട്ടതാണ്? 1 ജവഹർലാൽ നെഹ്റു കോൺഗ്രസ് പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ടു. 2 പൂർണ്ണ സ്വരാജ് പ്രമേയം പാസാക്കി. 3 1930 ജനുവരി 26 സ്വാതന്ത്ര്യ ദിനമായി കൊണ്ടാടാൻ തീരുമാനിച്ചു. ഉത്തരം ഓപ്ഷൻ സി ആണ്. ലാഹോർ സമ്മേളനവുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളാണ് തന്നിട്ടുള്ളത്. നാലാമത്തെ ചോദ്യം, ചൈനയെ ആധുനീകരിക്കാൻ സന്യാട്സൻ മുന്നോട്ട് വെച്ച ആശയങ്ങൾ രേഖപ്പെടുത്തുക. ചൈനയെ ആധുനീകരിക്കാൻ സന്യാട്സൻ മുന്നോട്ട് വെച്ച ആശയങ്ങൾ രേഖപ്പെടുത്തുക. 1 മഞ്ജു രാജവംശത്തെയും സാമ്രാജ്യ ശക്തികളെയും പുറത്താക്കുക, അത് ശരിയാണ്. ജനാധിപത്യ ഭരണം സ്ഥാപിക്കുക, അതും ശരിയാണ്. മൂലധനം നിയന്ത്രിക്കുകയും ഭൂമി വിതരണം നടത്തുകയും ചെയ്യുക, അതും ശരിയാണ്. ഉത്തരം ഓപ്ഷൻ ഡി ആണ്. എല്ലാം ശരിയാണ്. എല്ലാ പ്രസ്താവനകളും ചൈനയെ ആധുനീകരിക്കാൻ സന്യാട്സൻ മുന്നോട്ട് വെച്ച ആശയങ്ങളാണ്. അഞ്ചാമത്തെ ചോദ്യം, താഴെ തന്നിരിക്കുന്ന സംഭവങ്ങൾ കാലഗണനാക്രമത്തിൽ രേഖപ്പെടുത്തുക. താഴെ കൊടുത്തിരിക്കുന്ന സംഭവങ്ങൾ കാലഗണനാക്രമത്തിൽ രേഖപ്പെടുത്തുക. 1 അമേരിക്കൻ സ്വാതന്ത്ര്യ പ്രഖ്യാപനം 1776 ബോസ്റ്റൺ ടീ പാർട്ടി 1773 പാരീസ് ഉടമ്പടി 1783 ഒന്നാം കോണ്ടിനെന്റൽ കോൺഗ്രസ് 1774 കാലഗണന അനുസരിച്ച് ഉത്തരം ഓപ്ഷൻ സി ആണ് വരുന്നത്. ആദ്യം ബോസ്റ്റൺ ടീ പാർട്ടി, പിന്നീട് ഒന്നാം കോണ്ടിനെന്റൽ കോൺഗ്രസ്, പിന്നെ അമേരിക്കൻ സ്വാതന്ത്ര്യ പ്രഖ്യാപനം, പാരീസ് ഉടമ്പടി. ആറാമത്തെ ചോദ്യം, ഏത് സംസ്ഥാനത്തിലാണ് ഇന്ത്യയിലെ ആദ്യത്തെ ലിക്വിഡ് മിറർ ടെലിസ്കോപ്പ് സ്ഥാപിച്ചിട്ടുള്ളത്? ഏത് സംസ്ഥാനത്തിലാണ് ഇന്ത്യയിലെ ആദ്യത്തെ ലിക്വിഡ് മിറർ ടെലിസ്കോപ്പ് സ്ഥാപിച്ചിട്ടുള്ളത്? ഉത്തരം ഓപ്ഷൻ ബി ഉത്തരാഖണ്ഡ്. ഏഴാമത്തെ ചോദ്യം, താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഭൂമിയിലെ കാലാവസ്ഥയെ സ്വാധീനിക്കുന്ന പ്രധാന വാതകം ഏതാണ്? താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഭൂമിയിലെ കാലാവസ്ഥയെ സ്വാധീനിക്കുന്ന പ്രധാന വാതകം ഏതാണ്? ഉത്തരം ഓപ്ഷൻ എ കാർബൺ ഡൈ ഓക്സൈഡ്. എട്ടാമത്തെ ചോദ്യം, ഇന്ത്യയിലെ ശൈത്യകാലത്ത് മഴ ലഭിക്കുന്നതിന് കാരണമായ പ്രതിഭാസം ഏതാണ്? ഇന്ത്യയിലെ ശൈത്യകാലത്ത് മഴ ലഭിക്കുന്നതിന് കാരണമായ പ്രതിഭാസം ഏത്? ഉത്തരം ഓപ്ഷൻ ബി പശ്ചിമ അസ്വസ്ഥത. ഒൻപതാമത്തെ ചോദ്യം, ഇന്ത്യയിലെ പെട്രോളിയം ഉൽപാദനത്തെ സംബന്ധിച്ച് ശരിയായ പ്രസ്താവന ഏതാണ്? ഇന്ത്യയിലെ പെട്രോളിയം ഉൽപാദനത്തെ സംബന്ധിച്ച് ശരിയായ പ്രസ്താവന ഏത്? ഉത്തരം ഓപ്ഷൻ സി ആണ്. ഏറ്റവും വലിയ എണ്ണപ്പാടം മുംബൈ ഹൈ ആണ്. പത്താമത്തെ ചോദ്യം, കേരളത്തിലൂടെ കടന്നു പോകുന്ന ദേശീയ ജലപാത ഏതെന്ന് കണ്ടെത്തുക. കേരളത്തിലൂടെ കടന്നു പോകുന്ന ദേശീയ ജലപാത ഏതെന്ന് തിരിച്ചറിയുക. ഉത്തരം ഓപ്ഷൻ സി ആണ്. ദേശീയ ജലപാത 3. കൊല്ലം മുതൽ കോട്ടപ്പുറം വരെയാണ് ദേശീയ ജലപാത 3. 11ാമത്തെ ചോദ്യം, താഴെ കൊടുത്തിരിക്കുന്നവയിൽ കണ്ടൽ വനങ്ങൾ കാണപ്പെടാത്ത ജില്ലകൾ ഏതാണ്? താഴെ കൊടുത്തിരിക്കുന്നവയിൽ കണ്ടൽ വനങ്ങൾ കാണപ്പെടാത്ത ജില്ലകൾ ഏത്? ഉത്തരം ഓപ്ഷൻ എ പാലക്കാട്, ഇടുക്കി. 12ാമത്തെ ചോദ്യം, 2024 വേൾഡ് ഹാപ്പിനെസ് റിപ്പോർട്ട് പ്രകാരം ലോകത്തിലെ ഏറ്റവും കൂടുതൽ സന്തോഷമുള്ള രാജ്യം ഏതാണ്?
2024 വേൾഡ് ഹാപ്പിനെസ് റിപ്പോർട്ട് പ്രകാരം ലോകത്തിലെ ഏറ്റവും കൂടുതൽ സന്തോഷമുള്ള രാജ്യം ഏതാണ്? ഉത്തരം ഓപ്ഷൻ സി, ഫിൻലാൻഡ്. 13ാമത് ചോദ്യം. ആഭ്യന്തര സമ്പദ്ഘടനയെ ലോക സമ്പദ്ഘടനയും ആയി സംയോജിപ്പിക്കുന്നതിനെ ഡാഷ് എന്ന് പറയുന്നു. ആഭ്യന്തര സമ്പദ്ഘടനയെ ലോക സമ്പദ്ഘടനയുമായി സംയോജിപ്പിക്കുന്നതിനെ എന്താണ് പറയുന്നത്? തന്നിരിക്കുന്നത് സ്വകാര്യവൽക്കരണം, ആഗോളവൽക്കരണം, ഉദാരവൽക്കരണം. ഉത്തരം ആഗോളവൽക്കരണമാണ് വരുന്നത്. ഓപ്ഷൻ ബി ആണ് ശരിയായിട്ടുള്ളത്. 2 മാത്രം. 14ാമത് ചോദ്യം. രണ്ടാം പഞ്ചവത്സര പദ്ധതി ആരുടെ ആശയത്തെ അടിസ്ഥാനമാക്കിയതാണ്? രണ്ടാം പഞ്ചവത്സര പദ്ധതി ആരുടെ ആശയത്തെ അടിസ്ഥാനമാക്കിയാണ്? ഉത്തരം ഓപ്ഷൻ ബി, PC മഹലനോബിസ്. 15ാമത് ചോദ്യം. 2015 ജനുവരി 1 നിലവിൽ വന്ന നീതി ആയോഗിന്റെ ആസ്ഥാനം എവിടെ സ്ഥിതി ചെയ്യുന്നു? 2015 ജനുവരി 1 നിലവിൽ വന്ന നീതി ആയോഗിന്റെ ആസ്ഥാനം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ഉത്തരം ഓപ്ഷൻ ഡി, ന്യൂഡൽഹി. 16ാമത്തെ ചോദ്യം. മിനറൽ ഓയിൽ, ക്രൂഡ് ഓയിൽ എന്നീ പേരുകളിൽ അറിയപ്പെടുന്നത് എന്താണ്? മിനറൽ ഓയിൽ, ക്രൂഡ് ഓയിൽ എന്നീ പേരുകളിൽ അറിയപ്പെടുന്നത് എന്താണ്? ഉത്തരം ഓപ്ഷൻ ബി, പെട്രോളിയം. 17ാമത്തെ ചോദ്യം. സ്റ്റോക്ക് മാർക്കറ്റിലെ പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കുകയും നിക്ഷേപകരുടെ താൽപ്പര്യം സംരക്ഷിക്കുകയും ചെയ്യുന്ന സ്വയംഭരണ സ്ഥാപനം ഏതാണ്? സ്റ്റോക്ക് മാർക്കറ്റിംഗ് പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കുകയും നിക്ഷേപകരുടെ താൽപ്പര്യം സംരക്ഷിക്കുകയും ചെയ്യുന്ന സ്വയംഭരണ സ്ഥാപനം ഏതാണ്? ഉത്തരം ഓപ്ഷൻ എ, സെബി. 18ാമത്തെ ചോദ്യം. ഇന്ത്യയിൽ ലോകബാങ്കിന്റെ സാമ്പത്തിക സഹായത്തോടെ നടപ്പിലാക്കി വരുന്ന സ്റ്റാർസ് പ്രോജക്റ്റ് ഏത് മേഖലയുമായി ബന്ധപ്പെട്ടതാണ്? ഇന്ത്യയിൽ ലോകബാങ്കിന്റെ സാമ്പത്തിക സഹായത്തോടെ നടപ്പിലാക്കി വരുന്ന സ്റ്റാർസ് പ്രോജക്റ്റ് ഏത് മേഖലയുമായി ബന്ധപ്പെട്ടതാണ്? ഉത്തരം ഓപ്ഷൻ സി, സ്കൂൾ വിദ്യാഭ്യാസം. 19ാമത്തെ ചോദ്യം. അടുത്ത 5 വർഷത്തിനുള്ളിൽ കേരളത്തിലെ എല്ലാ ഭൂരഹിത ഭവനരഹിതർക്കും സുരക്ഷിതവും മാന്യവുമായ പാർപ്പിട സംവിധാനം ഒരുക്കി നൽകുക എന്നതാണ് ഡാഷിന്റെ ലക്ഷ്യം. അടുത്ത 5 വർഷത്തിനുള്ളിൽ കേരളത്തിലെ എല്ലാ ഭൂരഹിത ഭവനരഹിതർക്കും സുരക്ഷിതവും മാന്യവുമായ പാർപ്പിട സംവിധാനം ഒരുക്കി നൽകുക എന്നതാണ് ഡാഷിന്റെ ലക്ഷ്യം. ഉത്തരം ഓപ്ഷൻ ബി, ലൈഫ് മിഷൻ പദ്ധതി. 20ാമത് ചോദ്യം. ഇന്ത്യൻ ഭരണഘടനയുടെ അടിസ്ഥാന ഘടനയെക്കുറിച്ചുള്ള സിദ്ധാന്തം ജുഡീഷ്യറി മുന്നോട്ട് വെച്ചത് ഏത് കേസിലാണ്? ഇന്ത്യൻ ഭരണഘടനയുടെ അടിസ്ഥാന ഘടനയെക്കുറിച്ചുള്ള സിദ്ധാന്തം ജുഡീഷ്യറി മുന്നോട്ട് വെച്ചത് ഏത് കേസിലാണ്? ഉത്തരം ഓപ്ഷൻ സി, കേശവാനന്ദ ഭാരതി കേസ്. 21ാമത് ചോദ്യം. ഇന്ത്യയിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് ഭരണഘടനാപരമായ അംഗീകാരം ശുപാർശ ചെയ്ത കമ്മിറ്റി ഏതാണ്? ഇന്ത്യയിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് ഭരണഘടനാപരമായ അംഗീകാരം ശുപാർശ ചെയ്ത കമ്മിറ്റി ഏതാണ്? ഉത്തരം ഓപ്ഷൻ ബി, PK തുങ്കൻ കമ്മിറ്റി. 22ാമത് ചോദ്യം. ഇന്ത്യയിൽ ആരാണ് നിയോജക മണ്ഡലങ്ങളിൽ സംവരണ മണ്ഡലങ്ങൾ തീരുമാനിക്കുന്നതെന്ന് കണ്ടെത്തുക? ഇന്ത്യയിൽ ആരാണ് നിയോജക മണ്ഡലങ്ങളിൽ സംവരണ മണ്ഡലങ്ങൾ തീരുമാനിക്കുന്നതെന്ന് കണ്ടെത്തുക? ഉത്തരം ഓപ്ഷൻ സി, അതിർത്തി നിർണയ കമ്മീഷൻ. 23ാമത് ചോദ്യം. താഴെ നൽകിയിരിക്കുന്നവയിൽ ഏതാണ് ഫെഡറൽ വ്യവസ്ഥയിൽ വിവാദമായ പദവി? താഴെ തന്നിരിക്കുന്നവയിൽ ഏതാണ് ഫെഡറൽ വ്യവസ്ഥയിൽ വിവാദമായ പദവി? ഉത്തരം ഓപ്ഷൻ ഡി, ഗവർണർ. 24ാമത് ചോദ്യം. ഇന്ത്യയിൽ ഏതെല്ലാം സംസ്ഥാനങ്ങളിലാണ് ദ്വിമണ്ഡല നിയമനിർമ്മാണ സഭ നിലവിലുള്ളത്? ഇന്ത്യയിൽ ഏതെല്ലാം സംസ്ഥാനങ്ങളിലാണ് ദ്വിമണ്ഡല നിയമനിർമ്മാണ സഭ നിലവിലുള്ളത്? ഉത്തരം ഓപ്ഷൻ ഡി, മഹാരാഷ്ട്ര, കർണാടകം, ബീഹാർ. 25ാമത് ചോദ്യം. തോമസ് ഹെയർ എന്ന ബ്രിട്ടീഷുകാരനാണ് ഏക കൈമാറ്റ വോട്ട് വ്യവസ്ഥ ഹെയർ വ്യവസ്ഥയുടെ ഉപജ്ഞാതാവ്. ഏത് കൃതിയിലാണ് അദ്ദേഹം ഈ വ്യവസ്ഥയെ അവതരിപ്പിച്ചത്? തോമസ് ഹെയർ എന്ന ബ്രിട്ടീഷുകാരനാണ് ഏക അറ്റോമിക വോട്ട് വ്യവസ്ഥ ഹെയർ വ്യവസ്ഥയുടെ ഉപജ്ഞാതാവ്. ഏത് കൃതിയിലാണ് അദ്ദേഹം ഈ വ്യവസ്ഥ അവതരിപ്പിച്ചത്? ഉത്തരം ഓപ്ഷൻ ബി, മിഷണറി ഓഫ് റെപ്രസെന്റേഷൻ. 26ാമത് ചോദ്യം. നാരീശക്തി വന്ദൻ അധിനിയം ബില്ലിൽ രാഷ്ട്രപതി ഒപ്പുവെച്ചത് എന്നാണ്? നാരീശക്തി വന്ദൻ അധിനിയം ബില്ലിൽ രാഷ്ട്രപതി ഒപ്പുവെച്ചത് എന്ന്? ഉത്തരം ഓപ്ഷൻ ഡി, 2023 സെപ്റ്റംബർ 28. 27ാമത് ചോദ്യം. ഇന്ത്യയിലെ ഏത് സൈനിക വിഭാഗത്തിനാണ്
പുതിയ പാർലമെന്റ് മന്ദിരത്തിന്റെ നിലവിലുള്ള സുരക്ഷാ ചുമതല? ഇന്ത്യയിലെ ഏത് സൈനിക വിഭാഗത്തിനാണ് പുതിയ പാർലമെന്റ് മന്ദിരത്തിന്റെ നിലവിലുള്ള സുരക്ഷാ ചുമതല? ഉത്തരം ഓപ്ഷൻ ബി CISF. 28ാമത് ചോദ്യം. കേരളത്തിലെ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചുകളിൽ പേര് രജിസ്റ്റർ ചെയ്തിട്ടും തൊഴിൽ ലഭിക്കാത്ത മുതിർന്ന പൗരന്മാർക്കുള്ള സ്വയം തൊഴിൽ പദ്ധതി ഏതാണ്? കേരളത്തിലെ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചുകളിൽ പേര് രജിസ്റ്റർ ചെയ്തിട്ടും തൊഴിൽ ലഭിക്കാത്ത മുതിർന്ന പൗരന്മാർക്കുള്ള സ്വയം തൊഴിൽ പദ്ധതി ഏതാണ്? ഉത്തരം ഓപ്ഷൻ സി നവജീവൻ. 29ാമത് ചോദ്യം. അയ്യങ്കാളി നഗര തൊഴിലുറപ്പ് പദ്ധതിയുടെ ദിവസവേതനം എത്ര രൂപയാണ് വർദ്ധിപ്പിച്ചത്? അയ്യങ്കാളി നഗര തൊഴിലുറപ്പ് പദ്ധതിയുടെ ദിവസവേതനം എത്ര രൂപയാണ് വർദ്ധിപ്പിച്ചത്? ഉത്തരം ഓപ്ഷൻ എ 22 രൂപ. 30ാമത് ചോദ്യം. താഴെ കൊടുത്തിരിക്കുന്ന ഏത് പ്രസ്ഥാനവുമായി ശ്രീ കുമാരഗുരുദേവൻ ബന്ധപ്പെട്ടിരിക്കുന്നത്? താഴെ കൊടുത്തിരിക്കുന്ന ഏത് പ്രസ്ഥാനവുമായാണ് ശ്രീ കുമാരഗുരുദേവൻ ബന്ധപ്പെട്ടിരിക്കുന്നത്? ഉത്തരം ഓപ്ഷൻ ഡി പ്രത്യക്ഷരക്ഷാ ദൈവസഭ. 31ാമത് ചോദ്യം. ഗാന്ധിജിയും അരാജകത്വവും, ഗാന്ധി ആൻഡ് അനാർക്കി എന്ന ഗ്രന്ഥത്തിന്റെ രചയിതാവ് ആരാണ്? ഗാന്ധിജിയും അരാജകത്വവും എന്ന ഗ്രന്ഥത്തിന്റെ രചയിതാവ് ആര്? ഉത്തരം ഓപ്ഷൻ ബി ചേറ്റൂർ ശങ്കരൻ നായർ. 32ാമത് ചോദ്യം. 2024 തണ്ണീർത്തട ദിനത്തിന്റെ പ്രമേയം കണ്ടെത്തുക. 2024 തണ്ണീർത്തട ദിനത്തിന്റെ പ്രമേയം കണ്ടെത്തുക. ഉത്തരം ഓപ്ഷൻ സി തണ്ണീർത്തടവും മനുഷ്യക്ഷേമവും. 33ാമത് ചോദ്യം. ഗ്രാമപഞ്ചായത്തുകൾ ടാക്സുകൾ ഏർപ്പെടുത്താനും പിരിച്ചെടുക്കാനും അധികാരം നൽകുന്നത് ഇന്ത്യൻ ഭരണഘടനയുടെ ഏത് അനുച്ഛേദ പ്രകാരമാണ്? ഗ്രാമപഞ്ചായത്തുകൾക്ക് ടാക്സുകൾ ഏർപ്പെടുത്താനും പിരിച്ചെടുക്കാനും അധികാരം നൽകുന്നത് ഇന്ത്യൻ ഭരണഘടനയുടെ ഏത് അനുച്ഛേദ പ്രകാരമാണ്? ഉത്തരം ഓപ്ഷൻ എ അനുച്ഛേദം 243H. 34ാമത് ചോദ്യം. 18 വയസ്സിൽ താഴെ പ്രായമുള്ള കുട്ടികളുടെ സമഗ്ര ആരോഗ്യ സംരക്ഷണത്തിനുള്ള സേവനങ്ങൾ ഒരു കുടക്കീഴിൽ ഉറപ്പുവരുത്തുന്ന പദ്ധതി ഏതാണ്? 18 വയസ്സിൽ താഴെ പ്രായമുള്ള കുട്ടികളുടെ സമഗ്ര ആരോഗ്യ സംരക്ഷണത്തിനുള്ള സേവനങ്ങൾ ഒരു കുടക്കീഴിൽ ഉറപ്പുവരുത്തുന്ന പദ്ധതി ഏതാണ്? ഉത്തരം ഓപ്ഷൻ ബി ആരോഗ്യ കിരണം. 35ാമത് ചോദ്യം. പെരിയാർ കടുവ സങ്കേതം വ്യാപിച്ചു കിടക്കുന്നത് ഏതെല്ലാം ജില്ലകളിലായിട്ടാണ്? പെരിയാർ കടുവ സങ്കേതം വ്യാപിച്ചു കിടക്കുന്നത് ഏതൊക്കെ ജില്ലകളിലായിട്ടാണ്? ഉത്തരം ഓപ്ഷൻ സി ഇടുക്കി, പത്തനംതിട്ട. 36ാമത്തെ ചോദ്യം. രോഗത്തിന്റെ പേരും അതിന്റെ കാരണവും താഴെ തന്നിരിക്കുന്നതിൽ ശരിയായവ ഏതൊക്കെ? രോഗത്തിന്റെ പേരും അതിന്റെ കാരണവും താഴെ തന്നിരിക്കുന്നവയിൽ ശരിയായവ ഏതൊക്കെ? രോഗം നിശാന്തത. കാരണം വൈറ്റമിൻ എയുടെ കുറവ് കൊണ്ട് റോഡോപ്സിന്റെ പുനർനിർമ്മാണം തടസ്സപ്പെടുത്തുന്നു. അത് ശരിയാണ്. സീറോഫ്താൽമിയ അക്വസ് ദ്രവത്തിന്റെ നടക്കാത്തതിനാൽ കണ്ണുകളിൽ മർദ്ദം കൂടുന്നു. അത് തെറ്റാണ്. അത് ഗ്ലോക്കോമയ്ക്കാണ് ഉത്തരം വരുന്നത്. ഗ്ലോക്കോമ. വിറ്റാമിൻ എയുടെ തുടർച്ചയായ അഭാവം കൊണ്ട് നേത്രാവരണവും കോർണിയയും വരണ്ട് കോർണിയ അതാര്യമായി തീരുന്നു. അത് ഗ്ലൂക്കോമയല്ല, സീറോഫ്താൽമിയാണ്. ഇതിൽ ശരിയായ പ്രസ്താവനയാണ് കണ്ടെത്താൻ പറഞ്ഞത്. ഉത്തരം ഓപ്ഷൻ സി ആണ്. ഒന്ന് മാത്രമാണ് ശരിയായിട്ടുള്ളത്. 37ാമത്തെ ചോദ്യം. മനുഷ്യരക്തത്തിലെ ഹീമോഗ്ലോബിനിൽ കാണുന്ന ലോഹം ഏതാണ്? മനുഷ്യരക്തത്തിലെ ഹീമോഗ്ലോബിനിൽ കാണുന്ന ലോഹം ഏത്? ഉത്തരം ഓപ്ഷൻ ഡി ആണ്, ഇരുമ്പ്. 38ാമത്തെ ചോദ്യം. എലിപ്പനിക്ക് കാരണമായ സൂക്ഷ്മജീവി ഏത്? എലിപ്പനിക്ക് കാരണമായ സൂക്ഷ്മജീവി ഏതാണ്? ഉത്തരം ഓപ്ഷൻ എ ലെപ്റ്റോസ്പൈറ. 39ാമത്തെ ചോദ്യം. ലോകാരോഗ്യ ദിനം 2024 പ്രമേയം എന്താണ്? ലോകാരോഗ്യ ദിനത്തിന്റെ പ്രമേയം എന്ത്? ഉത്തരം ഓപ്ഷൻ ബി എൻ്റെ ആരോഗ്യം എൻ്റെ അവകാശം. 40ാമത്തെ ചോദ്യം. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ജീവിതശൈലി രോഗങ്ങൾ ഏത്? താഴെ കൊടുത്തിരിക്കുന്നവയിൽ ജീവിതശൈലി രോഗങ്ങൾ ഏതാണ്? തന്നിരിക്കുന്നത് എംഫിസിമ, ഫാറ്റി ലിവർ, ഹീമോഫീലിയ, സിക്കിൾ സെൽ അനീമിയ. തന്നിരിക്കുന്നവയിൽ 1ഉം 2ഉമാണ് ജീവിതശൈലി രോഗങ്ങൾ. ഉത്തരം ഓപ്ഷൻ എ. 41ാമത് ചോദ്യം. വായു മലിനീകരണം നിയന്ത്രിക്കുന്നതിനായി 2020 ഏപ്രിൽ മുതൽ ഇന്ത്യയിൽ നടപ്പിലാക്കിയ എമിഷൻ സ്റ്റാൻഡേർഡ് ഏതാണ്? വായു മലിനീകരണം നിയന്ത്രിക്കുന്നതായി 2020 ഏപ്രിൽ മുതൽ ഇന്ത്യയിൽ നടപ്പിലാക്കിയ എമിഷൻ സ്റ്റാൻഡേർഡ്സ് ഏതാണ്?
ഉത്തരം ഓപ്ഷൻ ഡി ആണ് BS 4. BS എന്ന് പറഞ്ഞാൽ ഭാരത് സ്റ്റേജ് 4. 42ാമത്തെ ചോദ്യം, താപനില കൂടുമ്പോൾ ഒരു ദ്രാവകത്തിന്റെ വിസ്കോസിറ്റി എന്താകും? താപനില കൂടുമ്പോൾ ഒരു ദ്രാവകത്തിന്റെ വിസ്കോസിറ്റി കുറയുന്നു. ഓപ്ഷൻ ബി ആണ് വരുന്നത്. 43ാമത്തെ ചോദ്യം, താഴെ കൊടുത്തിരിക്കുന്നവയിൽ ശരിയായത് ഏതാണ്? താഴെ കൊടുത്തിരിക്കുന്നവയിൽ ശരിയായത് ഏത്? ഉത്തരം ഓപ്ഷൻ സി ആണ്. W = പവർ ഇൻറ്റു ടൈം. അതായത് പ്രവൃത്തി = പവർ ഇൻറ്റു ടൈം. 44ാമത്തെ ചോദ്യം, ഡിജിഡോഗ് എന്ന റോബോട്ടിക് പട്ടിയെ അവതരിപ്പിച്ചത് ഏത് രാജ്യമാണ്? ഡിജിഡോഗ് എന്ന റോബോട്ടിക് പട്ടിയെ അവതരിപ്പിച്ചത് ഏത് രാജ്യമാണ്? ഉത്തരം ഓപ്ഷൻ എ അമേരിക്ക. 45ാമത്തെ ചോദ്യം, 50 കിലോഗ്രാം മാസുള്ള ഒരു കല്ലും 4.5 കിലോഗ്രാം മാസുള്ള ഒരു കല്ലും 25 മീറ്റർ പൊക്കമുള്ള ഒരു കെട്ടിടത്തിൻ്റെ മുകളിൽ നിന്ന് ഒരുമിച്ച് താഴേക്ക് ഇടുന്നു. ഏത് കല്ലായിരിക്കും ആദ്യം താഴെ എത്തുക? വായുവിൻ്റെ പ്രതിരോധം അവഗണിക്കുക. ഉത്തരം ഓപ്ഷൻ സി ആണ്. രണ്ടും ഒരുമിച്ചായിരിക്കും എത്തുക. 46ാമത്തെ ചോദ്യം, ഇന്ത്യയുടെ റോക്കറ്റ് വുമൺ എന്ന് അറിയപ്പെടുന്നത് ആരാണ്? ഇന്ത്യയുടെ റോക്കറ്റ് വുമൺ എന്ന് അറിയപ്പെടുന്നത് ആര്? ഉത്തരം ഓപ്ഷൻ ബി റിതു കരിതാൾ. 47ാമത്തെ ചോദ്യം, അനോഡൈസിംഗ് എന്ന പ്രക്രിയ ഏത് ലോഹ സംരക്ഷണത്തിലാണ് പ്രധാനമായും ഉപയോഗിക്കുന്നത്? ആനോഡൈസിംഗ് എന്ന പ്രക്രിയ ഏത് ലോഹ സംരക്ഷണത്തിനാണ് പ്രധാനമായും ഉപയോഗിക്കുന്നത്? ഉത്തരം ഓപ്ഷൻ സി അലുമിനിയം. 48ാമത്തെ ചോദ്യം, താഴെ പറയുന്നവയിൽ ഏത് pH മൂല്യത്തിലാണ് കാൽസ്യം ഹൈഡ്രോക്സി അപ്പറ്റൈറ്റ് നാശത്തിന് വിധേയമാകുന്നത്? താഴെ പറയുന്ന ഏത് pH മൂല്യത്തിലാണ് കാൽസ്യം ഹൈഡ്രോക്സി അപ്പറ്റൈറ്റ് നാശത്തിന് വിധേയമാകുന്നത്? ഉത്തരം ഓപ്ഷൻ എ ആണ്. pH < 5.5. 49ാമത്തെ ചോദ്യം, ആവർത്തന പട്ടികയിൽ ഇടത്തു നിന്നും വലത്തോട്ട് പോകുമ്പോൾ മൂലകങ്ങളുടെ രാസഭൗതിക ഗുണങ്ങളുമായി ബന്ധപ്പെട്ട് തെറ്റായ പ്രസ്താവന ഏതാണ്? ആവർത്തന പട്ടികയിൽ ഇടത്തു നിന്നും വലത്തോട്ട് പോകുമ്പോൾ മൂലകങ്ങളുടെ രാസഭൗതിക ഗുണങ്ങളുമായി ബന്ധപ്പെട്ട് തെറ്റായ പ്രസ്താവന ഏത്? തന്നിരിക്കുന്നത് മൂലകങ്ങളുടെ അലോഹ സ്വഭാവം കൂടുന്നു, വാലൻസ് ഇലക്ട്രോണുകളുടെ എണ്ണം കൂടുന്നു, അതും ശരിയാണ്. ഇലക്ട്രോണുകൾ വിട്ടുകൊടുക്കാനുള്ള കഴിവ് കൂടുന്നു, അത് തെറ്റാണ്. മൂലകങ്ങളുടെ ഓക്സൈഡുകളുടെ അമ്ല സ്വഭാവം കൂടുന്നു, അതും ശരിയാണ്. തെറ്റായിട്ടുള്ളത് ഓപ്ഷൻ സി ആണ്. 50ാമത്തെ ചോദ്യം, ഓക്സിജൻ മൂലകത്തിൻ്റെ രൂപാന്തരങ്ങൾ ഏതാണ്? ഓക്സിജൻ മൂലകത്തിൻ്റെ രൂപാന്തരങ്ങൾ ഏത്? ഉത്തരം ഓപ്ഷൻ ഡി ആണ് വരുന്നത്. O2, O3 ആൻഡ് O4. 51ാമത്തെ ചോദ്യം, താഴെ പറയുന്നവയിൽ ദ്രാവകാവസ്ഥയിലുള്ള അലോഹം ഏതാണ്? താഴെ പറയുന്നവയിൽ ദ്രാവകാവസ്ഥയിലുള്ള അലോഹം ഏത്? ഉത്തരം ഓപ്ഷൻ സി ബ്രോമിൻ. 52ാമത്തെ ചോദ്യം, ശങ്കരൻകുട്ടി മുഖ്യ കഥാപാത്രമായി വരുന്ന ചലച്ചിത്രം ഏതാണ്? ശങ്കരൻകുട്ടി മുഖ്യ കഥാപാത്രമായി വരുന്ന ചലച്ചിത്രം ഏതാണ്? ഉത്തരം ഓപ്ഷൻ എ കൊടിയേറ്റം. 53ാമത്തെ ചോദ്യം, ഭാരത പര്യടനം ഏത് വിഭാഗത്തിൽപ്പെടുന്ന കൃതിയാണ്? ഭാരത പര്യടനം ഏത് വിഭാഗത്തിൽപ്പെടുന്ന കൃതിയാണ്? ഉത്തരം ഓപ്ഷൻ ഡി സാഹിത്യ വിമർശനം. 54ാമത്തെ ചോദ്യം, പ്രസിദ്ധമായ മരാമൺ കൺവെൻഷൻ നടന്നത് ഏത് നദിയുടെ തീരത്താണ്? പ്രസിദ്ധമായ മരാമൺ കൺവെൻഷൻ നടക്കുന്നത് ഏത് നദിയുടെ തീരത്താണ്? ഉത്തരം ഓപ്ഷൻ എ പമ്പ നദി. 55ാമത്തെ ചോദ്യം, ഗ്രാൻഡ് സ്ലാം എന്ന പദം ഏത് കായിക ഇനവുമായി ബന്ധപ്പെട്ടതാണ്? ഗ്രാൻഡ് സ്ലാം എന്ന പദം ഏത് കായിക ഇനവുമായി ബന്ധപ്പെട്ടതാണ്? ഉത്തരം ഓപ്ഷൻ സി ടെന്നീസ്. 56ാമത്തെ ചോദ്യം, 2023 സരസ്വതി സമ്മാൻ ലഭിച്ചത് ആർക്കാണ്? 2023 സരസ്വതി സമ്മാൻ ലഭിച്ചത് ആർക്ക്? ഉത്തരം ഓപ്ഷൻ ബി പ്രഭാവർമ്മ. 57ാമത്തെ ചോദ്യം, 2024 ഖേലോ ഇന്ത്യ വിൻ്റർ ഗെയിംസിൻ്റെ ഭാഗ്യചിഹ്നം ഏതാണ്? 2024 ഖേലോ ഇന്ത്യ വിൻ്റർ ഗെയിംസിൻ്റെ ഭാഗ്യചിഹ്നം ഏത്? ഉത്തരം ഓപ്ഷൻ ബി ഹിമപ്പുലി. 58ാമത്തെ ചോദ്യം, സ്വാതന്ത്ര്യം തന്നെ അമൃതം, സ്വാതന്ത്ര്യം തന്നെ ജീവിതം, പാരതന്ത്രം മാനികൾക്കു മൃതിയേക്കാൾ ഭയാനകം, ആരുടെ വരികളാണിത്? സ്വാതന്ത്ര്യം തന്നെ അമൃതം, സ്വാതന്ത്ര്യം തന്നെ ജീവിതം, പാരതന്ത്രം മാനികൾക്ക് മൃതിയേക്കാൾ ഭയാനകം, ആരുടെ വാക്കുകളാണ് ഇത്?
ഉത്തരം ഓപ്ഷൻ സി കുമാരനാശാൻ. 59ാമത് ചോദ്യം, ആപ്പിൾ കമ്പനിയുടെ കമ്പ്യൂട്ടർ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൻ്റെ പേര് എന്താണ്? ആപ്പിൾ കമ്പനിയുടെ കമ്പ്യൂട്ടർ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൻ്റെ പേര് എന്താണ്? ഉത്തരം ഓപ്ഷൻ സി മാക് OS X. 60ാമത് ചോദ്യം, താഴെ പറയുന്നതിൽ സെർച്ച് എഞ്ചിൻ അല്ലാത്തത് ഏതാണ്? താഴെ പറയുന്നവയിൽ സെർച്ച് എഞ്ചിൻ അല്ലാത്തത് ഏത്? ഉത്തരം ഓപ്ഷൻ ഡി സഫാരി. 61ാമത് ചോദ്യം, പ്രോമിൻ്റെ പൂർണ്ണരൂപം എന്താണ്? പ്രോമിൻ്റെ പൂർണ്ണരൂപം ഏത്? ഉത്തരം ഓപ്ഷൻ സി പ്രോഗ്രാമബിൾ റീഡ് ഓൺലി മെമ്മറി. 62ാമത് ചോദ്യം, ഇൻഫർമേഷൻ ടെക്നോളജി ആക്ട് അവസാനമായി ഭേദഗതി ചെയ്ത വർഷം ഏതാണ്? ഇൻഫർമേഷൻ ടെക്നോളജി ആക്ട് അവസാനമായി ഭേദഗതി ചെയ്തത് ഏത് വർഷമാണ്? ഉത്തരം ഓപ്ഷൻ ഡി 2008. 63ാമത് ചോദ്യം, താഴെ പറയുന്നതിൽ ഒപ്റ്റിക്കൽ ഫൈബർ കേബിളിനെ കുറിച്ച് ശരിയല്ലാത്തത് ഏതാണ്? താഴെ പറയുന്നതിൽ ഒപ്റ്റിക്കൽ ഫൈബർ കേബിളിനെ കുറിച്ച് ശരിയല്ലാത്തത് ഏത്? തന്നിരിക്കുന്നത് കൂടിയ ബാൻഡ് വിഡ്ത്ത് ആയിരിക്കും, കൂടിയ ചിലവായിരിക്കും, കൂടിയ ഇലക്ട്രോമാഗ്നറ്റിക് ഇൻ്റർഫറൻസ്. അത് തെറ്റാണ്. നൺ ഓഫ് ദീസ്. ഉത്തരം ഓപ്ഷൻ സി ആണ് വരുന്നത്. 64ാമത്തെ ചോദ്യം, താഴെ പറയുന്നവയിൽ ഏതാണ് വിവരാവകാശ നിയമം 2005 പ്രകാരം ഒഴിവാക്കിയിട്ടില്ലാത്തത്? താഴെ പറയുന്നവയിൽ ഏതാണ് വിവരാവകാശ നിയമം 2005 പ്രകാരം ഒഴിവാക്കിയിട്ടില്ലാത്തത്? ഉത്തരം ഓപ്ഷൻ ബി ആണ്. ഫയലുകൾ, രജിസ്റ്ററുകൾ ഉൾപ്പെടെയുള്ള എല്ലാ രേഖകളുടെയും പരിശോധനയ്ക്കുള്ള അവകാശം. 65ാമത് ചോദ്യം, പോക്സോ നിയമം 2012 എത്ര വകുപ്പുകളാണ് ഉള്ളത്? പോക്സോ നിയമം 2012 എത്ര വകുപ്പുകളാണ് ഉള്ളത്? ഉത്തരം ഓപ്ഷൻ ബി 46 വകുപ്പുകൾ. 66ാമത്തെ ചോദ്യം, ഗാർഹിക പീഡന നിരോധന നിയമം 2005 വകുപ്പ് 2B പ്രകാരം കുട്ടിയുടെ നിർവചനത്തിൽ വരുന്ന വിഭാഗങ്ങൾ ഏതൊക്കെയാണ്? ഗാർഹിക പീഡന നിരോധന നിയമം 2005 വകുപ്പ് 2B പ്രകാരം കുട്ടിയുടെ നിർവചനത്തിൽ വരുന്ന വിഭാഗങ്ങൾ ഏതൊക്കെയാണ്? ഉത്തരം ഓപ്ഷൻ സി ആണ്. 18 വയസ്സിൽ താഴെയുള്ള ഏതൊരു വ്യക്തി എന്നതാണ് കുട്ടിയുടെ നിർവചനം. 67ാമത് ചോദ്യം, SC/ST വിഭാഗങ്ങൾക്കെതിരായ അക്രമനിരോധന നിയമം പാർലമെൻറ്റ് പാസാക്കിയത് ഏത് വർഷമാണ്? SC/ST വിഭാഗങ്ങൾക്കെതിരായ അക്രമനിരോധന നിയമം പാർലമെൻറ്റ് പാസാക്കിയത് ഏത് വർഷമാണ്? ഉത്തരം ഓപ്ഷൻ ഡി 1989. 68ാമത് ചോദ്യം, ഉപഭോക്തൃ സംരക്ഷണ നിയമപ്രകാരം താഴെ പറയുന്നവയിൽ ഏതാണ് ഉപഭോക്താവിൻ്റെ അവകാശം അല്ലാത്തത്? ഉപഭോക്തൃ സംരക്ഷണ നിയമപ്രകാരം താഴെ പറയുന്നവയിൽ ഏതാണ് ഉപഭോക്താവിൻ്റെ അവകാശം അല്ലാത്തത്? ഉത്തരം ഓപ്ഷൻ സി ചൂഷണം ചെയ്യപ്പെടാനുള്ള അവകാശം. അതാണ് തെറ്റായിട്ടുള്ളത്. 69ാമത് ചോദ്യം, മനുഷ്യാവകാശ കമ്മീഷന്റെ നിലവിലെ ചെയർമാൻ ആരാണ്? ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ നിലവിലെ ചെയർമാൻ ആര്? ഉത്തരം ജസ്റ്റിസ് വി രാമസുബ്രഹ്മണ്യൻ. ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് 165/2024. വീഡിയോയിലേക്ക് കടക്കാം. ആദ്യത്തെ ചോദ്യം, പരുത്തി നെയ്ത്തുകാരുടെ എല്ലുകൾ ഇന്ത്യൻ സമതലങ്ങളെ വെളുപ്പിക്കുന്നു. ആരുടെ പ്രസ്താവനയാണിത്? പരുത്തി നെയ്ത്തുകാരുടെ എല്ലുകൾ ഇന്ത്യൻ സമതലങ്ങളെ വെളുപ്പിക്കുന്നു. ആരുടെ പ്രസ്താവനയാണ് ഇത്? ഉത്തരം ഓപ്ഷൻ സി വില്യം ബെൻഡിക് പ്രഭു. രണ്ടാമത്തെ ചോദ്യം, താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയായത് ഏതാണ്? താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയായത് ഏത്? 1. കാൺപൂർ കേന്ദ്രമാക്കി സ്വാതന്ത്ര്യ സമരം നയിച്ചിരുന്ന നേതാക്കന്മാരായിരുന്നു നാനാ സാഹിബും താന്തിയ തോപ്പിയും. അത് ശരിയാണ്. 2. ബീഗം ഹസ്രത്ത് മഹലായിരുന്നു ഫൈസാബാദിലെ സ്വാതന്ത്ര്യ സമര നായിക. അത് തെറ്റാണ്. ബീഗം ഹസ്രത്ത് മഹൽ ലക്നൌവിലായിരുന്നു സ്വാതന്ത്ര്യ സമര നായിക. 3. ലക്നൗ കേന്ദ്രമാക്കി ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടിയ നേതാവായിരുന്നു മൗലവി അഹമ്മദുള്ള. അതും തെറ്റാണ്. ഫൈസാബാദ് കേന്ദ്രമാക്കിയാണ് മൗലവി അഹമ്മദുള്ള. ഇതിലെ ശരിയായ പ്രസ്താവനയാണ് ചോദിച്ചിട്ടുള്ളത്. ഉത്തരം ഓപ്ഷൻ ബി 1 മാത്രമാണ് ശരിയായിട്ടുള്ളത്. മൂന്നാമത്തെ ചോദ്യം, ദാദാഭായ് നവറോജി ചോർച്ചാ സിദ്ധാന്തം അവതരിപ്പിച്ച പുസ്തകം ഏതാണ്? ദാദാഭായ് നവറോജി ചോർച്ചാ സിദ്ധാന്തം അവതരിപ്പിച്ച പുസ്തകം ഏത്? ഉത്തരം ഓപ്ഷൻ ഡി പോവർട്ടി ആൻഡ് അൺബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ. നാലാമത്തെ ചോദ്യം,
ഇന്ത്യയിലെ മുസ്ലിങ്ങളുടെ സാമൂഹികവും വിദ്യാഭ്യാസപരവുമായ പുരോഗതിക്കായി സ്ഥാപിച്ച സംഘടന ഏതാണ്? ഇന്ത്യയിലെ മുസ്ലിങ്ങളുടെ സാമൂഹികവും വിദ്യാഭ്യാസപരവുമായ പുരോഗതിക്കായി സ്ഥാപിച്ച സംഘടന ഏതാണ്? ഉത്തരം ഓപ്ഷൻ സി, അലിഗഡ് പ്രസ്ഥാനം. 5-ാമത്തെ ചോദ്യം, രാജാറാം മോഹൻ റോയ് തുടക്കം കുറിച്ച പത്രങ്ങൾ ഏതാണ്? രാജാറാം മോഹൻ റോയ് തുടക്കം കുറിച്ച പത്രങ്ങൾ ഏത്? അമൃത് ബസാർ പത്രിക, സ്വദേശി ചിത്രം, മിറാത്തുൽ അക്ബർ, സമ്പാദ് കൗമുദി. രാജാറാം മോഹൻ റോയ് തുടക്കം കുറിച്ച പത്രങ്ങൾ മിറാത്തുൽ അക്ബർ, സമ്പാദ് കൗമുദിയാണ്. ഉത്തരം ഓപ്ഷൻ ബി ആണ് വരുന്നത്. 3ഉം 4ഉമാണ് ശരിയായിട്ടുള്ളത്. അമൃത് ബസാർ പത്രിക സിസിർ ഘോഷും മോത്തിലാൽ ഘോഷുമാണ്. സ്വദേശി മിത്രം ജി സുബ്രഹ്മണ്യ അയ്യറാണ്. 6-ാമത്തെ ചോദ്യം, രവീന്ദ്രനാഥ് ടാഗോർ കേരളത്തിൻ്റെ രാജാറാം മോഹൻ റോയ് എന്ന് വിശേഷിപ്പിച്ചത് ആരെയാണ്? രവീന്ദ്രനാഥ് ടാഗോർ കേരളത്തിൻ്റെ രാജാറാം മോഹൻ റോയ് എന്ന് വിശേഷിപ്പിച്ചത് ആരെയാണ്? ഉത്തരം ഓപ്ഷൻ എ, ഡോക്ടർ അയ്യത്താൻ ഗോപാലൻ. 7-ാമത്തെ ചോദ്യം, 1821 രാമൻ നമ്പിയുടെ നേതൃത്വത്തിൽ നടന്ന കുറിച്യ കലാപത്തിൻ്റെ കാരണം എന്താണ്? 1821 രാമൻ നമ്പിയുടെ നേതൃത്വത്തിൽ നടന്ന കുറിച്യ കലാപത്തിൻ്റെ കാരണം എന്ത്? 1. ബ്രിട്ടീഷുകാർ അമിത നികുതി ചുമത്തിയത്, നികുതി പണമായി അടക്കാൻ നിർബന്ധിച്ചത്, നികുതി അടക്കാൻ കഴിയാത്തവരുടെ കൃഷിഭൂമി ബ്രിട്ടീഷുകാർ പിടിച്ചെടുത്തത്. ഉത്തരം ഓപ്ഷൻ ഡി ആണ്. 1ഉം 2ഉം 3ഉം ശരിയാണ്. 8-ാമത്തെ ചോദ്യം, ഗാന്ധിജിയുടെ കേരള സന്ദർശനവുമായി ബന്ധപ്പെട്ട ശബരി ആശ്രമം സ്ഥിതി ചെയ്യുന്ന ജില്ല ഏതാണ്? ഗാന്ധിജിയുടെ കേരള സന്ദർശനവുമായി ബന്ധപ്പെട്ട ശബരി ആശ്രമം സ്ഥിതി ചെയ്യുന്ന ജില്ല ഏത്? ഉത്തരം ഓപ്ഷൻ സി, പാലക്കാട്. 9-ാമത്തെ ചോദ്യം, ഇ.വി. രാമസ്വാമി നായ്ക്കരുമായി ബന്ധപ്പെട്ട സത്യാഗ്രഹം ഏതാണ്? ഇ.വി. രാമസ്വാമി നായ്ക്കരുമായി ബന്ധപ്പെട്ട സത്യാഗ്രഹം ഏതാണ്? ഉത്തരം ഓപ്ഷൻ എ, വൈക്കം സത്യാഗ്രഹം. 10-ാമത്തെ ചോദ്യം ക്യാൻസൽ ചെയ്തതാണ്. 11ഉം ക്യാൻസൽ ചെയ്ത ക്വസ്റ്റ്യനാണ്. 12-ാമത്തെ ചോദ്യം, 2024 വർഷത്തെ G7 ഉച്ചകോടി നടന്ന രാജ്യം ഏതാണ്? 2024 വർഷത്തെ G7 ഉച്ചകോടി നടന്ന രാജ്യം ഏത്? ഉത്തരം ഓപ്ഷൻ എ, ഇറ്റലി. 13-ാമത്തെ ചോദ്യം, ഇന്ത്യൻ ഭരണഘടന ഉറപ്പു നൽകുന്ന മൗലികാവകാശങ്ങളിൽ നിന്നും പിന്നീട് നീക്കം ചെയ്യപ്പെട്ട അവകാശം ഏതാണ്? ഇന്ത്യൻ ഭരണഘടന ഉറപ്പു നൽകുന്ന മൗലികാവകാശങ്ങളിൽ നിന്നും പിന്നീട് നീക്കം ചെയ്യപ്പെട്ട അവകാശം ഏതാണ്? തന്നിരിക്കുന്നത് സ്വത്ത് സമ്പാദനത്തിനുള്ള അവകാശം, സഞ്ചരിക്കാനുള്ള അവകാശം, ഭാഷ ന്യൂനപക്ഷങ്ങൾക്കുള്ള അവകാശം, വിദ്യാഭ്യാസത്തിനുള്ള അവകാശം. ഉത്തരം ഓപ്ഷൻ എ ആണ്. സ്വത്ത് സമ്പാദനത്തിനുള്ള അവകാശമാണ് മൗലികാവകാശങ്ങളിൽ നിന്ന് നീക്കം ചെയ്യപ്പെട്ടത്. 14-ാമത്തെ ചോദ്യം, ഇന്ത്യൻ ഭരണഘടനയിൽ ബാലവേല നിരോധിക്കുന്ന ആർട്ടിക്കിൾ ഏതാണ്? ഇന്ത്യൻ ഭരണഘടനയിൽ ബാലവേല നിരോധിക്കുന്ന ആർട്ടിക്കിൾ ഏത്? ഉത്തരം ഓപ്ഷൻ ഡി, ആർട്ടിക്കിൾ 24. 15-ാമത്തെ ചോദ്യം, ഭരണഘടന ഉറപ്പു നൽകുന്ന മൗലികാവകാശങ്ങൾ നിഷേധിക്കപ്പെട്ടാൽ സമീപിക്കാവുന്ന കോടതി ഏതാണ്? ഭരണഘടന ഉറപ്പു നൽകുന്ന മൗലികാവകാശങ്ങൾ നിഷേധിക്കപ്പെട്ടാൽ സമീപിക്കാവുന്ന കോടതി ഏതാണ്? ഉത്തരം ഓപ്ഷൻ സി ആണ്. 3 മാത്രമാണ് ശരിയായിട്ടുള്ളത്. സുപ്രീം കോടതിയും ഹൈക്കോടതിയും. 16-ാമത്തെ ചോദ്യം, ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം എഴുതി തയ്യാറാക്കിയത് ആരാണ്? ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം എഴുതി തയ്യാറാക്കിയത് ആര്? ഉത്തരം ഓപ്ഷൻ ബി, ജവഹർലാൽ നെഹ്റു. 17-ാമത്തെ ചോദ്യം, ഇന്ത്യൻ ഭരണഘടനയുടെ അവസാനത്തെ ഭേദഗതി എന്താണ്? ഇന്ത്യൻ ഭരണഘടനയുടെ അവസാനത്തെ ഭേദഗതി എന്ത്? ഉത്തരം ഓപ്ഷൻ ബി, നിയമനിർമ്മാണ സഭകളിലെ സ്ത്രീ സംവരണവുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ് ഇന്ത്യൻ ഭരണഘടനയുടെ അവസാനത്തെ ഭേദഗതി. 18-ാമത്തെ ചോദ്യം, 4-ാം പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യങ്ങളിൽ ഉൾപ്പെടുന്നവ ഏതെല്ലാം? 4-ാം പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യങ്ങളിൽ ഉൾപ്പെടുന്നവ ഏതെല്ലാം? ഉത്തരം ഓപ്ഷൻ എ ആണ്. 1ഉം 3ഉം. സ്ഥിരതയോടുകൂടിയുള്ള വളർച്ച, സാശ്രയത്വം. 19-ാമത്തെ ചോദ്യം, സ്വാതന്ത്ര്യാനന്തരം നാട്ടുരാജ്യങ്ങളെ ഇന്ത്യൻ യൂണിയനിൽ ലയിപ്പിക്കുന്നതിന് സ്വീകരിച്ച മാർഗങ്ങൾ എന്തെല്ലാം? സ്വാതന്ത്ര്യാനന്തരം നാട്ടുരാജ്യങ്ങളെ ഇന്ത്യൻ യൂണിയനിൽ ലയിപ്പിക്കുന്നതിന് സ്വീകരിച്ച മാർഗങ്ങൾ എന്തെല്ലാം? ഉത്തരം ഓപ്ഷൻ സി ആണ് വരുന്നത്. 1ഉം 2ഉം 3ഉം. സൈനിക നടപടി, ലയന കരാർ, അനുരഞ്ജനം. 20-ാമത്തെ ചോദ്യം ക്യാൻസൽ ചെയ്ത ക്വസ്റ്റ്യനാണ്. 21 മനുഷ്യനെ ബഹിരാകാശത്ത് എത്തിക്കാനുള്ള ഇന്ത്യയുടെ പ്രഥമ ബഹിരാകാശ സഞ്ചാര പദ്ധതി ഏതാണ്? മനുഷ്യനെ ബഹിരാകാശത്ത് എത്തിക്കാനുള്ള ഇന്ത്യയുടെ പ്രഥമ ബഹിരാകാശ സഞ്ചാര പദ്ധതി ഏതാണ്? ഉത്തരം ഓപ്ഷൻ സി, ഗഗൻയാൻ.
22ാമത് ചോദ്യം 1999 കാർഗിൽ യുദ്ധത്തിൽ ഇന്ത്യൻ വ്യോമസേന നടത്തിയ ഓപ്പറേഷൻ ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? 1999 കാർഗിൽ യുദ്ധത്തിൽ ഇന്ത്യൻ വ്യോമസേന നടത്തിയ ഓപ്പറേഷൻ ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? ഉത്തരം ഓപ്ഷൻ സി, ഓപ്പറേഷൻ സഫേദ് സാഗർ. 23ാമത് ചോദ്യം 2024 പാരീസ് ഒളിമ്പിക്സ് ഷൂട്ടിംഗ് 10 മീറ്റർ എയർ പിസ്റ്റൾ വിഭാഗത്തിൽ വെങ്കല മെഡൽ നേടിയ ഇന്ത്യൻ വനിത ആരാണ്? 2024 പാരീസ് ഒളിമ്പിക്സ് ഷൂട്ടിംഗ് 10 മീറ്റർ എയർ പിസ്റ്റൾ വിഭാഗത്തിൽ വെങ്കല മെഡൽ നേടിയ ഇന്ത്യൻ വനിത ആരാണ്? മനു ബാക്കർ. 24ാമത് ചോദ്യം ഇന്ത്യയിലെ ആദ്യത്തെ അണ്ടർ വാട്ടർ മെട്രോ ടണൽ ഉദ്ഘാടനം ചെയ്തത് എവിടെയാണ്? ഇന്ത്യയിലെ ആദ്യത്തെ അണ്ടർ വാട്ടർ മെട്രോ ടണൽ ഉദ്ഘാടനം ചെയ്തത് എവിടെയാണ്? ഉത്തരം ഓപ്ഷൻ സി, കൊൽക്കത്ത. 25ാമത് ചോദ്യം ഇന്ത്യയിലെ ഏറ്റവും ഉയരമുള്ള കൊടുമുടിയായ മൗണ്ട് കേറ്റു സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഇന്ത്യയിലെ ഏറ്റവും ഉയരമുള്ള കൊടുമുടിയായ മൗണ്ട് കേറ്റു സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഉത്തരം ഓപ്ഷൻ സി, കാരക്കോറം. 26ാമത് ചോദ്യം ചെമ്മണ്ണിന് ചുവപ്പ് നിറം നൽകുന്നത് എന്താണ്? ചെമ്മണ്ണിന് ചുവപ്പ് നിറം നൽകുന്നത് എന്ത്? ഉത്തരം ഓപ്ഷൻ എ, ഇരുമ്പ്. 27ാമത് ചോദ്യം ഇന്ദ്രാവതി ഏത് നദിയുടെ പോഷക നദിയാണ്? ഇന്ദ്രാവതി ഏത് നദിയുടെ പോഷക നദിയാണ്? ഉത്തരം ഓപ്ഷൻ സി, ഗോദാവരി. 28ാമത് ചോദ്യം പാമ്പാടും ചോലയെ നാഷണൽ പാർക്കായി പ്രഖ്യാപിച്ച വർഷം ഏത്? പാമ്പാടും ചോലയെ നാഷണൽ പാർക്കായി പ്രഖ്യാപിച്ച വർഷം ഏതാണ്? ഉത്തരം ഓപ്ഷൻ എ, 2003. 29ാമത് ചോദ്യം ലോകരാജ്യങ്ങളിൽ വലുപ്പത്തിൽ 7ാം സ്ഥാനമാണ് ഇന്ത്യക്കുള്ളത്. ഇന്ത്യയുടെ വിസ്തൃതി എത്രയാണ്? ലോകരാജ്യങ്ങളിൽ വലുപ്പത്തിൽ 7ാം സ്ഥാനമാണ് ഇന്ത്യക്കുള്ളത്. ഇന്ത്യയുടെ വിസ്തൃതി എത്രയാണ്? ഉത്തരം ഓപ്ഷൻ ബി, 3.28 ദശലക്ഷം ചതുരശ്ര കിലോമീറ്റർ. 30ാമത് ചോദ്യം ഇടുക്കി ജലവൈദ്യുത പദ്ധതി നിലവിൽ വന്ന കാലഘട്ടത്തിൽ ഇന്ത്യൻ പ്രധാനമന്ത്രി ആരായിരുന്നു? ഇടുക്കി ജലവൈദ്യുത പദ്ധതി നിലവിൽ വന്ന കാലഘട്ടത്തിൽ ഇന്ത്യൻ പ്രധാനമന്ത്രി ആര്? ഉത്തരം ഓപ്ഷൻ ഡി, ഇന്ദിരാഗാന്ധി. 31ാമത് ചോദ്യം 53ാം കേരള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം പ്രഖ്യാപിച്ചപ്പോൾ മികച്ച നടനായി തെരഞ്ഞെടുക്കപ്പെട്ടത് ആര്? ഉത്തരം ഓപ്ഷൻ ബി, മമ്മൂട്ടി. 32ാമത് ചോദ്യം 2023 ഏകദിന ലോകകപ്പ് ജേതാക്കൾ ആരാണ്? 2023 ഏകദിന ലോകകപ്പ് ജേതാക്കൾ ആരാണ്? ഉത്തരം ഓപ്ഷൻ ബി, ഓസ്ട്രേലിയ. 33ാമത് ചോദ്യം കക്കാട് ജലസേചന പദ്ധതി സ്ഥിതി ചെയ്യുന്നത് ഏത് ജില്ലയിലാണ്? കക്കാട് ജലസേചന പദ്ധതി സ്ഥിതി ചെയ്യുന്നത് ഏത് ജില്ലയിലാണ്? ഉത്തരം ഓപ്ഷൻ എ, പത്തനംതിട്ട. 34ാമത് ചോദ്യം കേരളത്തിൻ്റെ ഔദ്യോഗിക ഫലമായി ചക്ക പ്രഖ്യാപിക്കപ്പെട്ട വർഷം ഏത്? കേരളത്തിൻ്റെ ഔദ്യോഗിക ഫലമായി ചക്ക പ്രഖ്യാപിക്കപ്പെട്ട വർഷം ഏതാണ്? ഉത്തരം ഓപ്ഷൻ സി, 2018. 35ാമത് ചോദ്യം റാം സി ഒ ആനന്ദി എന്ന അഖിൽ പി ധർമ്മജൻ എഴുതിയ നോവലിലെ കഥാപാത്രമല്ലാത്തത് ആരാണ്? റാം സി ഒ ആനന്ദി എന്ന അഖിൽ പി ധർമ്മജൻ എഴുതിയ നോവലിലെ കഥാപാത്രം അല്ലാത്തത് ആരാണ്? ഉത്തരം ഓപ്ഷൻ സി ആണ് വരുന്നത്, സുമതി. 36ാമത് ചോദ്യം ഓൺലൈൻ ഗെയിം വഴിയുള്ള വരുമാനത്തിന് നിശ്ചയിച്ചിട്ടുള്ള നികുതി എത്ര ശതമാനമാണ്? ഓൺലൈൻ ഗെയിം വഴിയുള്ള വരുമാനത്തിന് നിശ്ചയിച്ചിട്ടുള്ള നികുതി എത്ര ശതമാനമാണ്? ഉത്തരം ഓപ്ഷൻ സി, 30%. 37ാമത് ചോദ്യം കേരളത്തിൽ ശതമാനമടിസ്ഥാനത്തിൽ ഏറ്റവും കൂടുതൽ വനഭൂമിയുള്ളത് ഏത് ജില്ലയിലാണ്? കേരളത്തിൽ ശതമാനമടിസ്ഥാനത്തിൽ ഏറ്റവും കൂടുതൽ വനഭൂമിയുള്ളത് ഏത് ജില്ലയിലാണ്? ഉത്തരം ഓപ്ഷൻ ബി, വയനാട്. 38ാമത് ചോദ്യം പാതിരാമണൽ ദ്വീപ് സ്ഥിതി ചെയ്യുന്ന ജില്ല ഏതാണ്? പാതിരാമണൽ ദ്വീപ് സ്ഥിതി ചെയ്യുന്ന ജില്ല ഏതാണ്? ഉത്തരം ഓപ്ഷൻ ബി, ആലപ്പുഴ. 39ാമത് ചോദ്യം എഫ് ആകൃതിയിലുള്ള കേരളത്തിലെ കായൽ ഏതാണ്? എഫ് ആകൃതിയിലുള്ള കേരളത്തിലെ കായൽ ഏത്? ഉത്തരം ഓപ്ഷൻ ബി, ശാസ്താംകോട്ട കായൽ. 40ാമത് ചോദ്യം താഴെ പറയുന്ന കേരളത്തിൽ വന്യജീവി സങ്കേതങ്ങളെയും സംരക്ഷിത ജീവികളെയും ചേരുംപടി ചേർക്കുക. താഴെ പറയുന്ന കേരളത്തിലെ വന്യജീവി സങ്കേതങ്ങളെയും സംരക്ഷിത ജീവികളെയും ചേരുംപടി ചേർക്കുക. എ, റീഡ് തവളകൾ കക്കയം വന്യജീവി സങ്കേതത്തിലാണ്. ബി, ചാമ്പൽ മലയണ്ണാൻ
ചിന്നാർ വന്യജീവി സങ്കേതത്തിലാണ്. സിംഹപാലൻ കുരങ്ങ് സൈലന്റ് വാലിയിലാണ്. വരയാട് ഇരവികുളം നാഷണൽ പാർക്കിലാണ്. ഉത്തരം ഓപ്ഷൻ സി ആണ് വരുന്നത്. 41ാമത് ചോദ്യം, താഴെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവന അല്ലെങ്കിൽ പ്രസ്താവനകൾ ഏതാണ്? താഴെ തന്നിരിക്കുന്നവയിൽ ശരിയായ പ്രസ്താവന ഏത്? തന്നിരിക്കുന്നത് ഇന്ത്യയുടെ തെക്ക് വടക്ക് നീളം 3214 കിലോമീറ്റർ ആണ്. 2, ഇന്ത്യയുടെ മാനകരേഖാംശം 82.5 ഡിഗ്രി പൂർവ്വരേഖാംശമാണ്, അതും ശരിയാണ്. 3, ഇന്ത്യയുടെ ഏറ്റവും വടക്കേ അറ്റത്തുള്ളത് ഇന്ദിര കോളാണ്. ഇന്ത്യയുടെ ഏറ്റവും തെക്കേ അറ്റത്തുള്ളത് ഇന്ദിര പോയിൻ്റാണ്, അതും ശരിയാണ്. ഉത്തരം ഓപ്ഷൻ ഡി ആണ്. എല്ലാ പ്രസ്താവനകളും ശരിയാണ്. 42ാമത്തെ ചോദ്യം, ഇന്ത്യയിലെ ജലസേചന പദ്ധതിയുമായി ബന്ധപ്പെട്ട പ്രസ്താവനകൾ താഴെ നൽകിയിരിക്കുന്നു. ഇതിൽ ശരിയായ പ്രസ്താവനകൾ തിരഞ്ഞെടുക്കുക. ഇന്ത്യയിലെ ജലസേചന പദ്ധതിയുമായി ബന്ധപ്പെട്ട പ്രസ്താവനകൾ നൽകിയിരിക്കുന്നു. ഇതിൽ ശരിയായത് കണ്ടെത്തുക. ഇന്ത്യയിലെ ഏറ്റവും വലിയ വിവിധോദ്ദേശ പദ്ധതിയാണ് ദാമോദർ നദീതട പദ്ധതി, അത് തെറ്റാണ്. ഇന്ത്യയിൽ ഏറ്റവും വലിയ വിവിധോദ്ദേശ പദ്ധതിയാണ് ബക്രാനങ്കൽ. 2, ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ അണക്കെട്ട് ഹിരാക്കുഡാണ്, അത് ശരിയാണ്. 3, സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ വിവിധോദ്ദേശ പദ്ധതിയാണ് ബക്രാനങ്കൽ, അതും തെറ്റാണ്. സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ വിവിധോദ്ദേശ പദ്ധതിയാണ് ദാമോദർ നദീതട പദ്ധതി. 4, ലോകത്തിലെ ഏറ്റവും വലിയ കല്ലണക്കെട്ടാണ് നാഗാർജുന സാഗർ, അതും ശരിയാണ്. ശരിയായ പ്രസ്താവനകളാണ് ചോദിച്ചത്. 2ഉം 4ഉമാണ് ശരിയായിട്ടുള്ളത്. ഉത്തരം ഓപ്ഷൻ സി. 43ാമത്തെ ചോദ്യം ക്യാൻസൽ ചെയ്ത ക്വസ്റ്റ്യൻ ആണ്. പെരിയാറിൻ്റെ നീളം എത്ര കിലോമീറ്റർ ആണ്? പെരിയാറിൻ്റെ നീളം എത്ര കിലോമീറ്റർ ആണ്? ഉത്തരം വരുന്നത് 244 കിലോമീറ്റർ ആണ്. ഇതിൽ ഇല്ല. 44ാമത്തെ ചോദ്യം, ഇന്ത്യൻ പാർലമെൻറ്റിൻ്റെ ഭാഗമായ ലോക്സഭയുമായി ബന്ധമില്ലാത്ത പ്രസ്താവന ഏതാണ്? ഇന്ത്യൻ പാർലമെൻറ്റിൻ്റെ ഭാഗമായ ലോക്സഭയുമായി ബന്ധമില്ലാത്ത പ്രസ്താവന ഏതാണ്? സംസ്ഥാനങ്ങളുടെ കൗൺസിൽ എന്നറിയപ്പെടുന്നു, അത് തെറ്റാണ്. ജനങ്ങൾ നേരിട്ട് തിരഞ്ഞെടുക്കപ്പെടുന്ന അംഗങ്ങളാണ്, അത് ശരിയാണ്. ഉപരാഷ്ട്രപതി അധ്യക്ഷം വഹിക്കുന്ന സഭയാണ്, അത് തെറ്റാണ്. ലോകസഭ സ്പീക്കറാണ്. ജനപ്രതിനിധി സഭ എന്നറിയപ്പെടുന്നു, അതും ശരിയാണ്. ഇതിൽ ബന്ധമില്ലാത്ത പ്രസ്താവനകളാണ് ചോദിച്ചത്. 1ഉം 3ഉമാണ് തെറ്റായിട്ടുള്ളത്. ഉത്തരം ഓപ്ഷൻ സി. 45ാമത്തേത് ക്യാൻസൽ ചെയ്ത ക്വസ്റ്റ്യൻ ആണ്. 46 ചേരുംപടി ചേർക്കുക. രചയിതാക്കളും കൃതികളുമാണ് തന്നിരിക്കുന്നത്. ചേരുംപടി ചേർക്കുക. 1, വരാഹമിഹിരൻ ലഘുജാതകം, കാളിദാസൻ വിക്രമോർ വശീയം, വിശാഖദത്തൻ മുദ്രരാക്ഷസം, ശുദ്രകൻ മൃക്ഷഘടികം, അതാണ് ശരിയായിട്ടുള്ളത്. ഉത്തരം ഓപ്ഷൻ ബി ആണ് വരുന്നത്. 47ാമത്തെ ചോദ്യം, കൃത്രിമ ഉപഗ്രഹം ആദിത്യ L1 വിക്ഷേപിച്ച വാഹനം ഏതാണ്? കൃത്രിമ ഉപഗ്രഹം ആദിത്യ L1 വിക്ഷേപിച്ച വാഹനം ഏതാണ്? ഉത്തരം ഓപ്ഷൻ എ PSLV C-57. 48ാമത്തെ ചോദ്യം, സമൂഹശാസ്ത്രത്തിൻ്റെ പിതാവ് ആരാണ്? സമൂഹശാസ്ത്രത്തിൻ്റെ പിതാവ് ആര്? ഉത്തരം ഓപ്ഷൻ ഡി അഗസ്റ്റ് കോംതെ. 49ാമത്തെ ചോദ്യം, 2022 ഫിഫ ഫുട്ബോൾ ലോകകപ്പ് ജേതാവായ രാജ്യം ഏത് ഭൂഖണ്ഡത്തിൽ നിന്നായിരുന്നു? 2022 ഫിഫ പുരുഷ ഫുട്ബോൾ ലോകകപ്പ് ജേതാവായ രാജ്യം ഏത് ഭൂഖണ്ഡത്തിൽ നിന്നായിരുന്നു? ഉത്തരം ഓപ്ഷൻ ബി തെക്കേ അമേരിക്ക. 50ാമത്തെ ചോദ്യം, മണ്ണും വെള്ളവും ജീവൻ്റെ ഉറവിടം എന്നാണ് 2023 ലോക ഡാഷ് ദിനം സന്ദേശം. ഏതാണ് ആ ദിനം? ഉത്തരം ഓപ്ഷൻ സി ആണ്, മണ്ണ് ദിനം. മണ്ണും വെള്ളവും ജീവൻ്റെ ഉറവിടം എന്നാണ് 2023 ലോക മണ്ണ് ദിന സന്ദേശം. 51ാമത്തെ ചോദ്യം, ഐക്യരാഷ്ട്ര സംഘടനയുടെ ഇപ്പോഴത്തെ സെക്രട്ടറി ജനറലിൻ്റെ ജന്മദേശം ഏതാണ്? ഐക്യരാഷ്ട്ര സംഘടനയുടെ ഇപ്പോഴത്തെ സെക്രട്ടറി ജനറലിൻ്റെ ജന്മദേശം ഏതാണ്? ഉത്തരം ഓപ്ഷൻ ഡി പോർച്ചുഗൽ. അന്റോണിയോ ഗുട്ടറസ് ആണ് ഐക്യരാഷ്ട്ര സംഘടനയുടെ ഇപ്പോഴത്തെ സെക്രട്ടറി ജനറൽ. 52ാമത്തെ ചോദ്യം, 2023 സാമ്പത്തിക ശാസ്ത്ര നോബൽ ലഭിച്ചത് ആർക്കാണ്? 2023 സാമ്പത്തിക ശാസ്ത്ര നോബൽ സമ്മാനം ലഭിച്ചത് ആർക്കാണ്? ഉത്തരം ഓപ്ഷൻ സി ക്ലോഡിയ ഗോൾഡിൻ. 53ാമത്തെ ചോദ്യം, ചുവടെ നൽകിയിരിക്കുന്നവയിൽ ചെറുകുടലുമായി യോജിച്ച പ്രസ്താവന അല്ലെങ്കിൽ പ്രസ്താവനകൾ തിരഞ്ഞെടുക്കുക. ചുവടെ നൽകിയിരിക്കുന്നവയിൽ ചെറുകുടലുമായി യോജിച്ച പ്രസ്താവന അല്ലെങ്കിൽ പ്രസ്താവനകൾ തിരഞ്ഞെടുക്കുക.
ആഹാരത്തിൽ പോഷക ഘടകങ്ങൾ രക്തത്തിലേക്ക് ആഗിരണം ചെയ്യപ്പെടുന്ന ഭാഗമാണ്. അത് ശരിയാണ്. വില്ലസുകൾ കാണപ്പെടുന്ന ഭാഗമാണ്. ജലവും ലവണവും ആഗിരണം ചെയ്യപ്പെടുന്ന ഭാഗമാണ്. ഉത്തരം ഓപ്ഷൻ ബി ആണ്. എല്ലാ പ്രസ്താവനകളും ശരിയാണ്. 54-ാമത്തെ ചോദ്യം. മങ്ങിയ പ്രകാശത്തിൽ കാണാൻ കഴിയില്ല. ഈ ലക്ഷണം കാണിക്കുന്ന അപര്യാപ്തത രോഗം ഏത് വിറ്റാമിനുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? മങ്ങിയ പ്രകാശത്തിൽ കാണാൻ കഴിയില്ല. ഈ ലക്ഷണം കാണിക്കുന്ന അപര്യാപ്തത രോഗം ഏത് വിറ്റാമിനുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഉത്തരം ഓപ്ഷൻ എ, വിറ്റാമിൻ എ. 55-ാമത്തെ ചോദ്യം. അത് ക്യാൻസൽ ചെയ്തതാണ്. 56. ദേശീയ വനനയം നിലവിൽ വന്ന വർഷം ഏതാണ്? ദേശീയ വനനയം നിലവിൽ വന്ന വർഷം ഏത്? ഉത്തരം ഓപ്ഷൻ ഡി, 1988. 57-ാമത്തെ ചോദ്യം. റെഡ് ഡാറ്റ ബുക്ക് പ്രസിദ്ധീകരിക്കുന്ന അന്തർദേശീയ പരിസ്ഥിതി സംഘടന ഏതാണ്? റെഡ് ഡാറ്റ ബുക്ക് പ്രസിദ്ധീകരിക്കുന്ന അന്തർദേശീയ പരിസ്ഥിതി സംഘടന ഏതാണ്? ഉത്തരം ഓപ്ഷൻ എ, IUCN. 58-ാമത്തെ ചോദ്യം. 2024 ലോക പരിസ്ഥിതി ദിനത്തിന് ആതിഥേയത്വം വഹിച്ച രാജ്യം ഏതാണ്? 2024 ലോക പരിസ്ഥിതി ദിനത്തിന് ആതിഥേയത്വം വഹിച്ച രാജ്യം ഏതാണ്? ഉത്തരം ഓപ്ഷൻ ബി, സൗദി അറേബ്യ. 59-ാമത്തെ ചോദ്യം. രാജ്യത്തിൻ്റെ പ്രതിസന്ധി പരിഹരിക്കാനായി സിംബാബ്വെ പുറത്തിറക്കിയ കറൻസിയുടെ പേര് എന്താണ്? രാജ്യത്തിൻ്റെ പ്രതിസന്ധി പരിഹരിക്കാനായി സിംബാബ്വെ പുറത്തിറക്കിയ കറൻസിയുടെ പേര് എന്താണ്? ഉത്തരം ഓപ്ഷൻ സി, സിഗ്. 60-ാമത്തെ ചോദ്യം. നിത്യജീവിതത്തിൽ ഒഴിച്ചുകൂടാനാവാത്ത ഭക്ഷ്യവസ്തു ആണല്ലോ കറിയുപ്പ്. താഴെ കൊടുത്തിരിക്കുന്നവയിൽ നിന്ന് കറിയുപ്പിൻ്റെ രാസനാമം തിരഞ്ഞെടുക്കുക. കറിയുപ്പിൻ്റെ രാസനാമം. ഉത്തരം ഓപ്ഷൻ ബി, സോഡിയം ക്ലോറൈഡ്. 61-ാമത്തെ ചോദ്യം. പദാർത്ഥങ്ങളിൽ അടങ്ങിയിട്ടുള്ള ഊർജ്ജരൂപം എന്താണ്? പദാർത്ഥങ്ങളിൽ അടങ്ങിയിട്ടുള്ള ഊർജ്ജരൂപം എന്ത്? ഉത്തരം ഓപ്ഷൻ എ, രാസോർജം. 62-ാമത്തെ ചോദ്യം. മനുഷ്യന് കേൾക്കാൻ കഴിയുന്ന ശബ്ദത്തിൻ്റെ പരിധി എത്രയാണ്? മനുഷ്യന് കേൾക്കാൻ കഴിയുന്ന ശബ്ദത്തിൻ്റെ പരിധി എത്ര? ഉത്തരം ഓപ്ഷൻ സി, 20 ഹെർട്സിനും 20,000 ഹെർട്സിന് ഇടയിൽ. 63-ാമത്തെ ചോദ്യം. എല്ലാ ദ്രവ്യവും നിർമ്മിച്ചിട്ടുള്ളത് ആറ്റം എന്ന ചെറുകണങ്ങൾ കൊണ്ടാണ്. അത് ശരിയാണ്. വിവിധ മൂലകങ്ങളുടെ ആറ്റങ്ങൾ വ്യത്യസ്ത മാസും വ്യത്യസ്ത ഗുണങ്ങളും കാണിക്കുന്നവരായിരിക്കും. അതും ശരിയാണ്. 3. രാസപ്രവർത്തനത്തിൽ ഏർപ്പെടാൻ കഴിയുന്ന ഏറ്റവും ചെറിയ കണികയാണ് ആറ്റം. അതും ശരിയാണ്. 4. രാസപ്രവർത്തന വേളയിൽ ആറ്റം പുതിയതായി നിർമ്മിക്കപ്പെടുന്നില്ല, നശിക്കപ്പെടുന്നുമില്ല. അതും ശരിയാണ്. ആറ്റത്തെക്കുറിച്ചുള്ള പ്രസ്താവനകളിൽ ശരിയായത് ഉത്തരം ഓപ്ഷൻ സി ആണ്. എല്ലാ പ്രസ്താവനകളും ശരിയാണ്. 64-ാമത്തെ ചോദ്യം. എല്ലാ ധാതുക്കളും അയിരാണ്. അത് തെറ്റാണ്. എല്ലാ അയിരും ധാതുക്കളാണ്. അത് ശരിയാണ്. അയിരും ധാതുവും തമ്മിൽ ബന്ധമില്ല. അതും തെറ്റാണ്. മുകളിലെ പ്രസ്താവനകളിൽ ഉത്തരം ഓപ്ഷൻ എ 2 മാത്രമാണ് ശരിയായിട്ടുള്ളത്. 65-ാമത്തെ ചോദ്യം. 2024 ലോക പരിസ്ഥിതി ദിനത്തിൻ്റെ തീം എന്താണ്? 2024 ലോക പരിസ്ഥിതി ദിനത്തിൻ്റെ തീം എന്ത്? ഉത്തരം ഓപ്ഷൻ എ, ഭൂമി പുനഃസ്ഥാപിക്കൽ, മരുഭൂകരണം, വരൾച്ച പ്രതിരോധം. 66-ാമത്തെ ചോദ്യം. 2023 രസതന്ത്ര നൊബേൽ സമ്മാനം ലഭിച്ചത് ആർക്കാണ്? ഉത്തരം ഓപ്ഷൻ സി, 3 പേർക്ക് ലഭിച്ചു. മൗങ്കി ബാവെൻഡി, ലൂയി ബ്രൂസ്, അലക്സി എക്കിമോവ് എന്നിവർക്കാണ് 2023 രസതന്ത്ര നൊബേൽ സമ്മാനം ലഭിച്ചത്. 67-ാമത്തെ ചോദ്യം. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ ഗ്രന്ഥി ഏതാണ്? മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ ഗ്രന്ഥി ഏത്? ഉത്തരം ഓപ്ഷൻ ബി, കരൾ. 68-ാമത്തെ ചോദ്യം. താഴെ പറയുന്നവയിൽ പ്രോട്ടോസോവ രോഗം ഏതാണ്? താഴെ പറയുന്നവയിൽ പ്രോട്ടോസോവ രോഗം ഏത്? ഉത്തരം ഓപ്ഷൻ ബി, മലമ്പനി. 69-ാമത്തെ ചോദ്യം. രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്ന പ്ലാസ്മ പ്രോട്ടീൻ ഏതാണ്? രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്ന പ്ലാസ്മ പ്രോട്ടീൻ ഏത്? ഉത്തരം ഓപ്ഷൻ സി, ഫൈബ്രിനോജൻ. 70-ാമത്തെ ചോദ്യം. മസ്തിഷ്കത്തിലെ വൈദ്യുത തരംഗങ്ങളെ രേഖപ്പെടുത്താൻ ഉപയോഗിക്കുന്ന ഉപകരണം ഏതാണ്? മസ്തിഷ്കത്തിലെ വൈദ്യുത തരംഗങ്ങളെ രേഖപ്പെടുത്താൻ ഉപയോഗിക്കുന്ന ഉപകരണം ഏതാണ്? ഉത്തരം ഓപ്ഷൻ സി, EEG. 71-ാമത്തെ ചോദ്യം. രോഗകാരികളായ സൂക്ഷ്മജീവികളുടെ മരുന്നുകളോടുള്ള അതിജീവന ശേഷിക്കെതിരെ പോരാടാൻ ലക്ഷ്യം വെച്ച് കേരളത്തിൽ നടപ്പിലാക്കിയ കർമ്മ പദ്ധതിയുടെ പേര് എന്താണ്?
രോഗകാരികളായ സൂക്ഷ്മജീവികളുടെ മരുന്നുകളോടുള്ള അതിജീവന ശേഷിക്കെതിരെ പോരാടാൻ ലക്ഷ്യം വെച്ച് കേരളത്തിൽ നടപ്പിലാക്കിയ കർമ്മ പദ്ധതിയുടെ പേര് എന്താണ്? ഉത്തരം ഓപ്ഷൻ എ കർസാപ്പ്. 72ാമത്തെ ചോദ്യം, സസ്യകോശങ്ങളിൽ തൊട്ടടുത്ത കോശങ്ങളെ ബന്ധിപ്പിക്കുന്ന കോശദ്രവ്യപാത ഏതാണ്? സസ്യകോശങ്ങളിൽ തൊട്ടടുത്ത കോശങ്ങളെ ബന്ധിപ്പിക്കുന്ന കോശദ്രവ്യപാത ഏതാണ്? ഉത്തരം ഓപ്ഷൻ സി പ്ലാസ്മോഡെസ്മാറ്റ. 73ാമത്തെ ചോദ്യം, അമീബിക് മെനിഞ്ചോ എൻസെഫലൈറ്റിസ് രോഗത്തിൻ്റെ രോഗകാരി ഏതാണ്? അമീബിക് മെനിഞ്ചോ എൻസെഫലൈറ്റിസ് രോഗത്തിൻ്റെ രോഗകാരി ഏതാണ്? ഉത്തരം ഓപ്ഷൻ ബി നെഗ്ലേറിയ ഫൗലേറി. 74ാമത് ചോദ്യം ക്യാൻസൽ ചെയ്തതാണ്. 75 ശ്വാസകോശത്തെ ആവരണം ചെയ്ത് കാണുന്ന ഇരട്ട സ്തരം ഏതാണ്? ശ്വാസകോശത്തെ ആവരണം ചെയ്ത് കാണുന്ന ഇരട്ട സ്തരം ഏത്? ഉത്തരം ഓപ്ഷൻ ബി പ്ലൂറ. 76ാമത് ചോദ്യം, താഴെ പറയുന്നവയിൽ പോർട്ടൽ സിരയുമായി ബന്ധമുള്ള പ്രസ്താവനകൾ ഏതെല്ലാം? താഴെ പറയുന്നവയിൽ പോർട്ടൽ സിരയുമായി ബന്ധമുള്ള പ്രസ്താവനകൾ ഏതെല്ലാം? ഉത്തരം ഓപ്ഷൻ ബി ആണ് വരുന്നത്. 2ഉം 4ഉമാണ് ശരിയായിട്ടുള്ളത്. 2 അവയവങ്ങളിൽ നിന്ന് അവയവങ്ങളിലേക്ക് രക്തം വഹിക്കുന്നു. 4 പോഷക ഘടകങ്ങളെ വില്ലസിൽ നിന്നും കരളിലേക്ക് എത്തിക്കുന്നു. അതും ശരിയാണ്. 77ാമത് ചോദ്യം, കേരളത്തിലെ ആദ്യ ബയോ റിസർവ് നാച്ചുറൽ പാർക്ക് ഏതാണ്? കേരളത്തിലെ ആദ്യ ബയോ റിസോഴ്സ് നാച്ചുറൽ പാർക്ക് ഏതാണ്? ഉത്തരം ഓപ്ഷൻ സി നിലമ്പൂർ. 78ാമത് ചോദ്യം, ഏത് രോഗത്തിൻ്റെ രോഗവ്യാപനം കണക്കിലെടുത്താണ് ലോകാരോഗ്യ സംഘടന ആരോഗ്യ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചത്? ഉത്തരം ഓപ്ഷൻ എ എംപോക്സ്. 79ാമത് ചോദ്യം, ഇന്ത്യയിൽ ആദ്യമായി ഹിമാലയൻ കഴുകന്മാരുടെ പ്രജനനം റിപ്പോർട്ട് ചെയ്ത സംസ്ഥാനം ഏതാണ്? ഇന്ത്യയിൽ ആദ്യമായി ഹിമാലയൻ കഴുകന്മാരുടെ പ്രജനനം റിപ്പോർട്ട് ചെയ്ത സംസ്ഥാനം ഏതാണ്? ഉത്തരം ഓപ്ഷൻ ബി ആസാം. 80ാമത് ചോദ്യം, ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് ഇൻഷുറൻസ് സ്കീം ആരംഭിക്കുന്ന ആദ്യ സംസ്ഥാനം ഏതാണ്? ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് ഇൻഷുറൻസ് സ്കീം ആരംഭിക്കുന്ന ആദ്യ സംസ്ഥാനം ഏത്? ഉത്തരം ഓപ്ഷൻ സി നാഗാലാൻഡ്. ഇനിയും റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കാവുന്ന ക്വസ്റ്റ്യനാണ്. ഒരുപാട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് പറഞ്ഞിട്ടുണ്ട്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ കമൻറ്റുകളും രേഖപ്പെടുത്തുക. താങ്ക് യു ഫോർ വാച്ചിങ്.